മക്കളെ, ലാഭവും നഷ്ടവും നമ്മൾ പഠിച്ചു തുടങ്ങിയായിരുന്നല്ലേ? ഇവനൊരു കില്ലാടിയാണ് കേട്ടോ, മറക്കണ്ട, നന്നായിട്ട് പഠിക്കണം. പാർട്ട് 1 കഴിഞ്ഞു അല്ലേ? പാർട്ട് 1 എന്താണ് ലാഭശതമാനം എന്നും എന്താണ് നഷ്ടശതമാനം എന്നും പറഞ്ഞു. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ലാഭശതമാനം എന്നാൽ ലാഭം കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ്. നഷ്ടശതമാനം എന്നാൽ നഷ്ടം കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ്. ആണോ? ഇനി നമ്മൾ പറഞ്ഞു, ഒരെണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭശതമാനം തന്നെയായിരിക്കും അത്തരത്തിൽ എത്ര എണ്ണം വിറ്റാലും കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച ടെക്നിക്കുകളാണ്. ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് വീഡിയോയിൽ? അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടേ സെക്കൻഡ് വീഡിയോ കാണാവുള്ളൂ, മസ്റ്റ്. ഓക്കെ, എൻ്റെ പേര് ജോസ് കാപ്പൻ. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ എളുപ്പമാണ്. ടെലഗ്രാം എടുക്കുക, JOSCKAPPEN എന്ന് സ്പേസ് ഇല്ലാതെ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്താൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മിസ്സാവാതിരിക്കാൻ മസ്റ്റായിട്ടും ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. നമുക്കിന്ന് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. വേഗം വായോ, നന്നായിട്ട് പലതവണ റിവിഷൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ വീഡിയോ ക്ലാസ് വരാനൊക്കെ കുറച്ച് ലേറ്റ് ആവുകയൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? സാറേ വീഡിയോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കുറേ ടോപ്പിക്കുകളുണ്ട്, ഇതെടുത്ത് റിവിഷൻ ചെയ്യണം. ഇത് ചെയ്ത് പഠിക്കണം എന്നില്ല, വായിച്ച് റിവിഷൻ ചെയ്താലും മതി. കേൾക്കണുണ്ടോ? യെസ്, കാരണം നമ്മൾ ഈ എഴുതിപ്പോയതൊക്കെ റിവിഷൻ ചെയ്യണം. ഞാൻ ഇനി പെട്ടെന്ന് ടോപ്പിക്ക് തീർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ റിവിഷൻ ഒന്നും തൽക്കാലം അങ്ങ് ചെയ്യാതെ ഫുൾ ടോപ്പിക്ക് അങ്ങ് തീർക്കുന്നത്. അത് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് റിവിഷൻ ചെയ്യാം. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പം ഇപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാ ടോപ്പിക്കും ഒന്ന് വേഗം തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വേഗം ടോപ്പിക്ക് തീർക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത്. കേൾക്കുന്നുണ്ടോ? യെസ്, ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ ഇന്ന എക്സാം വരുന്നുണ്ട്, വേഗം എക്സാമിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യാവോ? മക്കളെ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ ആദ്യം എല്ലാ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കുക. എല്ലാ ടോപ്പിക്കും പഠിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഉപകാരപ്പെടുന്നത്. അല്ലാതെ ഒരു എക്സാം വരുമ്പോൾ പെട്ടെന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ ഇത് എക്സാമിന് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അതൊന്നും നിങ്ങൾക്ക് വലിയ ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കണം ആദ്യം, എന്നിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ടോപ്പിക്ക് വേഗം തീർക്കുക എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് വരാം. നമ്മൾ ടൈപ്പ് 1 ആയിരുന്നു കഴിഞ്ഞത്, ശരിയാണോ? ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് 2 ആണ്. രണ്ടാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ടൈപ്പ് 2 രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം. ഹെഡിങ് ഡിസ്കൗണ്ട് എന്ന് കൊടുത്തു. ടൈപ്പ് 2ൻ്റെ ഹെഡിങ് എന്താ? ഡിസ്കൗണ്ട്. ഹെഡിങ് കൊടുക്കേണ്ടത് ഡിസ്കൗണ്ട് എന്നാണ്. ഡിസ്കൗണ്ടിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് കൊടുക്കുക. ചോദ്യം: 400 രൂപ പരസ്യ വിലയുള്ള ഒരു സാരി 280 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? 400 രൂപ പരസ്യവിലയുള്ളത് 280 രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട്. അപ്പം ഇത് മാർക്കറ്റ് പ്രൈസാണ്, പരസ്യവില. ഇത് സെല്ലിംഗ് പ്രൈസാണ്, വിറ്റ വില. ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്നറിയാൻ 400ൽ നിന്ന് 280 കുറച്ചാൽ മതി. 120 രൂപയുടെ ഡിസ്കൗണ്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് 120 രൂപയാണ്. നമുക്ക് ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നറിയണം. ആണോ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇക്വേഷനായിട്ട് സൈഡിൽ എഴുതി വെച്ചോ മക്കളെ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ശരി, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ഒന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ചേ. ഡിസ്കൗണ്ടായി കിട്ടിയത് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. എന്താ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്? ഡിസ്കൗണ്ടായി കിട്ടിയത് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്താ? ഡിസ്കൗണ്ടായി കിട്ടിയത് മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം എന്ന് നോക്കുന്നതാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കേട്ടോ. അതൊന്ന് സൈഡിലേക്ക് നോട്ട് ആയത്. നമുക്കറിയാം ഡിസ്കൗണ്ട് കണക്കാക്കുമ്പോൾ ആധാരമാക്കേണ്ടത്
കിട്ടേണ്ടത് മാർക്കറ്റ് പ്രൈസിനെയാണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഡിസ്കൗണ്ടായി കിട്ടിയത് ആരുടെ? മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനം നോക്കാം, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ശരി, അതും കൂടെ എഴുതി വെച്ചോണം കേട്ടോ. അപ്പോൾ ഡിസ്കൗണ്ട് 120, മാർക്കറ്റ് പ്രൈസ് എത്രയാണ് മക്കളെ? 400. ശരിയല്ലേ? ഇൻറ്റു 100 നമ്മുടെ ഉത്തരം. ശരിയാണോ? യെസ്. വെട്ടി ചെറുതാക്കി സോൾവ് ചെയ്യാം. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടിപ്പോയി. ആൻസർ 30% എന്ന് കിട്ടും. 30%. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ചെയ്തതിൽ ഒരു സംശയമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമതൊരു ചോദ്യം ചെയ്യാം. 6000 രൂപ പരസ്യവിലയുള്ള അലമാര 4500 രൂപയ്ക്കാണ് നൽകുന്നതെങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ആദ്യം ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്ന് നോക്കാം. 6000ൽ നിന്ന് 4500 കുറയ്ക്കണം. 1500 രൂപയാണ് ഡിസ്കൗണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഡിസ്കൗണ്ട് 1500 ആണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6000 ആണ്. ശരിയാണോ? ഇൻറ്റു 100 നമ്മുടെ ഉത്തരവായിട്ട് വരും. ശരിയല്ലേ മക്കളെ? യെസ്. ഇതും വെട്ടിപ്പോയി. 4 തവണ 100/4 നമ്മുടെ ആൻസർ 25% എന്ന് കിട്ടും. 25%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. മറക്കണ്ട ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ. അപ്പോൾ ഈ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇതിൽ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തരും, എന്നിട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാൻ ചോദിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വേണമെങ്കിൽ ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് അത് എഴുതി വെച്ചു. മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തന്നിട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചോദിച്ചാൽ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. വ്യക്തം? പക്ക? ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പിലേക്ക് വരാം. ടൈപ്പ് 3. മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം ടൈപ്പ് 3. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടേ. ആദ്യം 10% പിന്നീട് 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ആദ്യം 10% പിന്നീട് 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? മക്കളെ, ആദ്യം 10 പിന്നെ 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ നമ്മൾ ഓർക്കും, ആദ്യം 10% ഡിസ്കൗണ്ട് പിന്നെ 20% ഡിസ്കൗണ്ട്, അപ്പം അതാകെ 30% ഡിസ്കൗണ്ടിന് തുല്യമല്ലേ എന്നോർക്കും. എന്നാൽ 30% ഡിസ്കൗണ്ട് കിട്ടില്ല കേട്ടോ. ആദ്യം 10% പിന്നെ 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാ ചോദ്യം. ആണോ? ഇങ്ങനെ ചോദിച്ചാൽ ആദ്യം 10 പിന്നെ 20 ആണെങ്കിൽ ആകെ 30% ഡിസ്കൗണ്ട് കിട്ടില്ലേ? ഇതിൽ തന്നെ ഇത്ര സംശയം ഇരിക്കുന്നതെന്ന് തോന്നും. പക്ഷേ ആദ്യം 10 പിന്നീട് 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ 30% ഡിസ്കൗണ്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇനി അതേ ചോദ്യം തന്നെ വേറൊരു രീതി ചോദിച്ചേക്കുന്നതാണ്. 10% 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? അതേ ചോദ്യം തന്നെയാണ്, അത് വേറൊരു രീതി ചോദിച്ചേക്കുന്നത്. 10% 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര? അപ്പോൾ ഈ ചോദ്യം ഒരേ ചോദ്യമാണ്, രണ്ട് രീതിയിൽ ചോദിച്ചേക്കുന്നതാണ്. ആദ്യം 10 പിന്നെ 20 ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 10% 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒരു ഡിസ്കൗണ്ട് എത്രയാണെന്നും ചോദിക്കാം. രണ്ടും ഒരേ ചോദ്യം, രണ്ട് രീതിയിൽ ചോദിച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 3 രീതിയിൽ ചെയ്ത് കാണിക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ നമുക്കതിന് മെത്തേഡ് 1 എന്ന് പേര് കൊടുക്കാം. ശരി, മെത്തേഡ് 1. ഓക്കെ, മെത്തേഡ് 1 ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. മെത്തേഡ് 1 ആദ്യം 10% ഡിസ്കൗണ്ട് എന്നല്ലേ. അപ്പം ഞാൻ മാർക്കറ്റ് പ്രൈസ് 100 രൂപ എന്നെടുത്തു. മാർക്കറ്റ് പ്രൈസ് എത്രയാ? 100 രൂപ. മാർക്കറ്റ് പ്രൈസ് 100 രൂപ എന്നെടുത്തു. അപ്പം മാർക്കറ്റ് പ്രൈസ് 100 രൂപയുള്ള ഒരു സാധനം. മാർക്കറ്റ് പ്രൈസ് 100 രൂപയുള്ള സാധനം. ഇതിന് ആദ്യം 10% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് വിചാരിക്കുക. അപ്പം മാർക്കറ്റ് പ്രൈസ് 100 രൂപയുള്ള സാധനത്തിന് എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് 100 രൂപയുള്ള സാധനത്തിന് 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. മക്കളെ,
100 രൂപയുടെ 10% 10 രൂപയല്ലേ. അപ്പോൾ 10% ഡിസ്കൗണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞാൽ 10 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചെന്നല്ലേ. അപ്പം 100ൽ നിന്ന് 10 കുറച്ചാൽ 100 മൈനസ് 10 ഈക്വൽ ടു 90 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു എന്നാണല്ലോ അർത്ഥം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സുകൾ കാണുന്നതിന് മുന്നേ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ കണ്ട് തീർത്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സുകൾ കാണേണ്ടത് കേട്ടോ. പെർസെൻറ്റേജിൻ്റെ ചേട്ടനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ആരെങ്കിലും പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് കണക്റ്റ് ആവാനും മനസ്സിലാവാനും കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് മക്കളെ ഇതേ. ഓക്കെ, ശരി. അപ്പം 100 രൂപയുടെ സാധനത്തിന് 10% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ 10% 10 രൂപയാണ്. 10 രൂപ കുറച്ച് കൊടുക്കാൻ സമ്മതിച്ചു എന്നാണ് അർത്ഥം. 100 മൈനസ് 10 അതായത് 90 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. ശരി. പിന്നെ പറഞ്ഞേക്കുന്നത് വീണ്ടും 20% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്നല്ലേ. ആണോ? ആദ്യം 10%, വീണ്ടും 20% ഡിസ്കൗണ്ട്. ഓക്കെ, 20% ഡിസ്കൗണ്ട് അനുവദിക്കുന്നത് ഇപ്പോൾ 90 രൂപയിലാണ് വില നിൽക്കുന്നത്. ആ 90 രൂപയിൽ നിന്നാണ് രണ്ടാമത്തെ 20% തരുന്നത്. 90ൻ്റെ 10% 9, 20% 18. 20% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞാൽ 90ൽ നിന്ന് 18 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് അർത്ഥം. 90ൽ നിന്ന് 18 രൂപ കുറച്ചാൽ 72 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു എന്നർത്ഥം അല്ലേ. അപ്പം നിങ്ങൾ നോക്കിയേ, 100 രൂപയുടെ സാധനം അയാൾ 72 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോന്നു. അതായത് 28 രൂപയുടെ, അതായത് 28% കുറവാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. 30% ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നെങ്കിൽ 100 രൂപയുടെ സാധനം 70 രൂപയ്ക്ക് കിട്ടണമായിരുന്നു. ഇവിടെ 72 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ 28% ഡിസ്കൗണ്ടേ ആകെ കിട്ടിയുള്ളൂ. അപ്പോൾ 10%, 20% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 28%. അതായത് ആദ്യം 10 പിന്നെ 20% ഡിസ്കൗണ്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് ആകെ 30% ഡിസ്കൗണ്ട് കിട്ടില്ല. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഡിസ്കൗണ്ട് 28%. അതിന് കാരണം രണ്ടാമത്തെ 20% ഡിസ്കൗണ്ട് തരുന്നത് ഈ കുറഞ്ഞ വിലയിൽ നിന്നാണ്. അതാണ് അതിന് കാരണം. ഇതാണ് ഒരു മെത്തേഡ്. ഇത്തരം കണക്കുകൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നെ. ക്ലിയർ അല്ലേ? മാർക്കറ്റ് പ്രൈസ് 100 എടുത്തു. ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 100ൻ്റെ 10% 10 രൂപ. 100ൽ നിന്ന് 10 രൂപ കുറച്ച് കൊടുത്തു എന്നർത്ഥം. അതായത് 90 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. വീണ്ടും 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 90ൽ നിന്നാണ് 20% കുറച്ച് കൊടുക്കുന്നത്. 90ൻ്റെ 10% 9, 20% 18. 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 90ൽ നിന്ന് 18 രൂപ കുറച്ച് കൊടുത്തു എന്നർത്ഥം. 90ൽ നിന്ന് 18 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ 72 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. അപ്പം 100 രൂപയുടെ സാധനം 72 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. ക്ലിയർ ആണോ? 100 രൂപയുടെ സാധനം 72 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. 100 രൂപയുടെ സാധനം 72 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചു. അതായത് 28 രൂപയുടെ, അതായത് 28% കുറവ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആദ്യം ഒരു 10 പിന്നെ ഒരു 20% ഡിസ്കൗണ്ട് വാങ്ങിയാൽ ആകെ 28% ഡിസ്കൗണ്ട് കിട്ടും എന്നർത്ഥം. 30% ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നെങ്കിൽ 100ൻ്റെ സാധനം 70ന് കിട്ടണമായിരുന്നു. നമുക്ക് 100ൻ്റെ സാധനം 72-നല്ലേ കിട്ടി. അപ്പോൾ ആകെ 28% ഡിസ്കൗണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇത് നമ്മൾ ലോജിക്കലി ചെയ്യുന്ന മെത്തേഡാണ് അല്ലേ. മാർക്കറ്റ് പ്രൈസ് 100 എടുത്തു, 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 90, വീണ്ടും 20%, 90ൽ നിന്ന് 20% കുറച്ചു, അതായത് 18 കുറച്ചു 72. 100ൻ്റെ സാധനം 72 രൂപയ്ക്ക് വാങ്ങി. 28 രൂപയുടെ 28% കുറവ്. സോ 28% ഡിസ്കൗണ്ടിന് തുല്യം. അത് കൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മെത്തേഡ് 2ലേക്ക് പോവാം. മെത്തേഡ് 2 എന്ന് പറയുന്നത് കാണാതെ പഠിക്കുന്ന ഒരു മെത്തേഡാണ്. മെത്തേഡ് 2 കാണാതെ നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ മെത്തേഡ് 2 ആണേ. ആദ്യം 10% ഡിസ്കൗണ്ട്, ശരിയല്ലേ? പിന്നെ 20% ഡിസ്കൗണ്ട്. ഇതിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എത്ര എന്നല്ലേ ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 10 കുറച്ച് 90/100 എന്ന് എഴുതുക. ക്ലിയർ അല്ലേ? ഇൻറ്റു 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 20 കുറച്ച് 80/100 എന്ന് എഴുതുക. ഇത്രയും ചെയ്ത് ക്ലിയർ ആണോ? അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 90/100, 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80/100. ഇത്രയും ഓക്കെ അല്ലേ? 10% ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ് 100ൽ നിന്ന് 10 കുറച്ച് 90/100 എന്ന് എഴുതിയത്. 20% ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ് 100ൽ നിന്ന് 20 കുറച്ച് 80/100 എന്ന് എഴുതിയത്. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞ് ഇതിലെ ഒരു 100 വെട്ടിക്കളയരുത്. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. എപ്പോഴും ഇങ്ങനെയാണ്. ഒരു 100 വെട്ടിക്കളയാതെ ഇട്ടേക്കണം.
ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാണ്. ഇതും വെട്ടിക്കളഞ്ഞു. യെസ്, ഇതും വെട്ടിക്കളഞ്ഞു. ആണോ? ബാക്കി നമുക്ക് എത്ര കിട്ടി മക്കളെ? 9×8 72. 9×8 72/100 എന്ന് കിട്ടി. 72/100 എന്ന് കിട്ടി. ശരിയാണോ? ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി 72/100. ഈ 100 എന്ന് പറഞ്ഞാൽ ഈ 100. ഓക്കെ. നമുക്ക് താഴെ കമ്പയർ ചെയ്യാൻ ഒരു 100 ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 100 വെട്ടിക്കളയാത്തത്. അപ്പോൾ 72/100. 100-നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം. 28 കുറവ്. അപ്പോൾ ആൻസർ 28%. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്ന, ഇവിടെ ലോജിക്ക് യൂസ് ചെയ്യുന്നില്ല. ഈ മെത്തേഡാണ് കുറച്ചുകൂടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മെത്തേഡ് കേട്ടോ. സെക്കൻഡ് മെത്തേഡ് 2. ഓക്കെ അല്ലേ? 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 90/100 എന്ന് എഴുതുക. 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100 എന്ന് എഴുതുക. ഒരു 100 എപ്പോഴും വെട്ടിക്കളയാതെ ഇട്ടേക്കണം. ബാക്കിയുള്ളതെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. അപ്പോൾ 72/100 എന്ന് വന്നു. 100-നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം. 28 കുറവാണ്. അപ്പോൾ ആൻസർ 28% എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്യാൻ ഒരു 100 താഴെ വേണം. അതുകൊണ്ടാണ് ഈ 100-നെ വെട്ടിക്കളയാതെ അവിടെ ഇടുന്നത്. എല്ലാം വെട്ടിക്കളഞ്ഞാൽ താഴെ 100 വരില്ലല്ലോ. കമ്പയർ ചെയ്യാൻ ഒരു 100 വേണം. 100 വെച്ച് കമ്പയർ ചെയ്യണം മുകളിലത്തേത്. 100-നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അതാണ് ഉത്തരം. ശരി, ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലേക്ക് പോവാം. യെസ്, മൂന്നാമത്തെ മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡ് എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് പറയാം. ഒരു ഇക്വേഷനാണ്. x+y+xy/100. x+y+xy/100. ചിലപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ചില കണക്കുകളിൽ വെട്ടിച്ചെറുതാക്കി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, പ്രത്യേകിച്ച് പോയിൻ്റൊക്കെ വരുമ്പോൾ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇതൊരു ഇക്വേഷനാണ്. ഇത് ആദ്യം കാണാതെ പഠിക്കണം. x+y+xy/100. ഇനി ഇവിടെ 10% ഡിസ്കൗണ്ട് ആദ്യം കൊടുത്തു, പിന്നെ 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. രണ്ടും കുറവല്ലേ? കുറയുന്നതിന് മൈനസ് സൈനും കൂടുന്നതിന് പ്ലസ് സൈനും കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം 10% ഡിസ്കൗണ്ടാണ്. അപ്പോൾ എക്സിന് കൊടുക്കേണ്ട വില -10 എന്നാണ്. ഡിസ്കൗണ്ട് ആയതുകൊണ്ട്. കൂടിയെന്നാണെങ്കിൽ +10 കൊടുക്കണം. വൈ രണ്ടാമത്തേത് 20% ഡിസ്കൗണ്ട് കൊടുക്കുന്ന. അപ്പോൾ 20% കുറഞ്ഞെന്നല്ലേ. അപ്പോൾ അതിന് -20 എന്ന് കൊടുക്കണം. അപ്പോൾ എക്സ് -10, വൈ -20. ക്ലിയർ ആണല്ലോ? ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വില -10, വൈയുടെ വില -20 ആണോ? എക്സും വൈയും കൂടെ ഗുണിക്കുമ്പം -10ഉം -20ഉം ഗുണിച്ചാൽ പ്ലസ് ആകും. +200 ആകും /100. ക്ലിയർ ആണോ? അപ്പം -30 വരും. +200/100 2 -28 എന്ന് വരും അല്ലേ? ഈ മൈനസ് സൂചിപ്പിക്കുന്നത് നഷ്ടത്തെ അല്ലെങ്കിൽ കുറവിനെയാണ്. അപ്പം 10% ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് 28% ഡിസ്കൗണ്ടാണ്. അതുകൊണ്ടാണ് ആ മൈനസ് വന്നിരിക്കുന്നത്. ഡിസ്കൗണ്ടിനെ സൂചിപ്പിക്കാനാണ് മൈനസ്. അപ്പം നമുക്ക് ആദ്യം 10-20% ഡിസ്കൗണ്ട് കൊടുത്ത ആകെ 28% ഡിസ്കൗണ്ട് കിട്ടും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്. ഇതും മെത്തേഡാണ്, ലോജിക്കില്ല, ഇവിടെ കാണാതെ പഠിക്കുന്നതാണ്. ഇക്വേഷൻ x+y+xy/100. കൂടുന്നതിന് പ്ലസ് സൈൻ കൊടുക്കുക, ഇവിടെ കുറയുന്നതിന് മൈനസ് സൈൻ കൊടുക്കുക. ഇവിടെ രണ്ടും കുറയുക. അപ്പോൾ എക്സും വൈയും മൈനസ് സൈൻ കൊടുത്തു. എന്നിട്ട് നേരെ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് -10 ആവും, വൈ -20 ആവും. എക്സും വൈയും ഗുണിക്കുമ്പോൾ മൈനസും ഗുണിച്ചാൽ പ്ലസ് ആവുമല്ലോ. അതാ പ്ലസ് ചിഹ്നം വന്നത്. ഓക്കെ, 100 × 20 200, 10 × 20 200/100 എന്ന് വരും. അത് രണ്ടാണ്. -10 -20 -30 കിട്ടും. -30 +2 -28 കിട്ടും. ഇതാണ് കുഞ്ഞുങ്ങളെ മൂന്നാമത്തെ മെത്തേഡ്. അപ്പം ഇത്തരം കണക്കുകൾ ഈ 3 മെത്തേഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കത് ഞാൻ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നാൽ. സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും നിങ്ങൾ ഓർത്തിരിക്കുക. സെക്കൻഡ് മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് സ്റ്റക്കായി പോയാൽ മാത്രം തേർഡ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എന്നാൽ തേർഡ് മെത്തേഡ് മാത്രം പഠിച്ചാൽ പോലെയാണ്. മക്കളെ, തേർഡ് മെത്തേഡ് പഠിക്കുമ്പോൾ ഈ സൈൻ മൈനസും പ്ലസ്സൊക്കെ വരുമ്പോൾ ചില കുട്ടികൾക്ക് അത് കൂടുതൽ കൺഫ്യൂഷൻ ആവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തേർഡ് മെത്തേഡ് മാത്രം പഠിക്കാതെ നിങ്ങൾ സെക്കൻഡും തേർഡും പഠിക്കുക. സെക്കൻഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. സെക്കൻഡ് എവിടെയെങ്കിലും സ്റ്റക്കായാൽ തേർഡ് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. എൻ്റെ അമ്മോ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20%ഉം 30% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. ശരിയല്ലേ? അപ്പം ഞാൻ ഇനി കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മെത്തേഡാണേ. ഓക്കെ, 20% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട് ശരിയാണോ? 30% ഡിസ്കൗണ്ട്, ഇതിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. ഇതല്ലേ ചോദ്യം. 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം മക്കളെ? 80/100 ആണോ?
30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 70/100. ശരിയല്ലേ? ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം അല്ലേ? ഈ 0 പോയി, ഈ 0 പോയി. 7 8 56 വരും മുകളിൽ, താഴെ നമ്മൾ വെട്ടിക്കളയാത്ത 100 വരും. ആണോ? 56/100 എന്ന് വരും. ശരിയല്ലേ മക്കളെ? ഇനി നമുക്കറിയാം ഈ ഡിഫറൻസ് എത്രയാണോ അതാണ് ഉത്തരം. ശരിയല്ലേ? ഡിഫറൻസ് 44 അപ്പം 44% ഡിസ്കൗണ്ടിന് തുല്യമാണ്. അതായത് ആദ്യം 20 പിന്നെ 30 ഡിസ്കൗണ്ട് നൽകിയാൽ ആകെ 44% ഡിസ്കൗണ്ട് കിട്ടും. 20 30 കൂട്ടുന്ന 50% ഡിസ്കൗണ്ട് കിട്ടില്ല. ആകെ കിട്ടുന്ന ഡിസ്കൗണ്ട് 44%. ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ തേർഡ് മെത്തേഡും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. x+y+xy/100 അല്ലേ നമ്മൾ ഇക്വേഷൻ? ആണ്. രണ്ടും കുറയും, അതിന് രണ്ടിനും മൈനസ് സൈൻ കൊടുക്കണം. അപ്പോൾ -20 -30 മൈനസും മൈനസും കുടിക്കുമ്പോൾ പ്ലസ് ആകും. 20 × 30 600/100 എന്ന് വരും. ശരിയാണോ? 600/100. ഓക്കെ. അപ്പം -50 + 6 എന്ന് വരും, ഈക്വൽ ടു മക്കളെ -44 എന്ന് വരും. അതായത് 44% ഡിസ്കൗണ്ട് എന്നർത്ഥം. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നതേ ഞാൻ ക്യാമറയെ വെറുതെ നോക്കിയല്ല ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ എററുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ, ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ജസ്റ്റ് ആ കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് എടുത്ത് നോക്കണം എല്ലാ വീഡിയോ കണ്ട് കഴിയുമ്പോൾ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ആരെങ്കിലും അത് കമൻറ്റ് ചെയ്താൽ ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം. വലിയ മിസ്റ്റേക്കുകൾ, ഉത്തരത്തിൽ തെറ്റൊന്നും വരില്ല. ഞാനിപ്പോൾ പറയുന്നതും എഴുതുന്നതും ഒക്കെ മാറി. ഉത്തരത്തിൽ തെറ്റ് വന്നാൽ ഞാൻ എന്തായാലും അത് മെൻഷൻ ചെയ്യും. ഉത്തരത്തിൽ തെറ്റൊന്നും വരത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞതും എഴുതിയതൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. 26 36 എന്നൊക്കെ അങ്ങനെയൊക്കെ ചെറിയ എററുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ക്ലാസ്സും കണ്ടു കഴിയുമ്പോൾ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സും കൂടെ ഒന്ന് നോക്കിയേക്കണേ. അത് ശ്രദ്ധിക്കണം. കാരണം മകളെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ക്യാമറ നോക്കി പറഞ്ഞെടുക്കുന്നതല്ലേ. അപ്പോൾ ചിലപ്പം ഇടയ്ക്ക് ഇങ്ങനെ മൈൻഡ് ഡൈവേർട്ടായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. വരില്ല, ഉത്തരം തെറ്റിയൊന്നും വരില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് പറയും, അടുത്ത വീഡിയോ എന്തായാലും പറയും. പക്ഷേ ചെറിയ എററുകൾ വരും കേട്ടോ. ശരി മകളെ. നെക്സ്റ്റ് വൺ, അടുത്തൊരു ചോദ്യം. ഒരു സാധനത്തിന് ആദ്യം 25% ഇളവ് നൽകി, ശേഷിക്കുന്ന വിലയിൽ വീണ്ടും 20% ഇളവ് നൽകിയാൽ ഈ രണ്ട് തുടർച്ചയായ ഇളവുകൾക്ക് തുല്യമായ ഒറ്റ ഇളവ് എത്ര ശതമാനം? അപ്പോൾ ആദ്യം 25% ഡിസ്കൗണ്ട് തന്നു, ശരിയല്ലേ? പിന്നെ 20% ഡിസ്കൗണ്ട് തന്നു, ശരിയാണോ? ഇതിൻ്റെ രണ്ടിനും തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് കാണണം. അങ്ങനെയല്ലേ ചോദ്യം? ഓക്കെ. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 75/100 എന്നല്ലേ എഴുതണ്ടേ? 75/100. ഓക്കെ. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80/100 എന്നല്ലേ എഴുതണ്ടേ? 80/100. ശരിയാണോ? 25 എന്ന് പറയുമ്പോൾ 75/100, 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100. ഇതിലൊരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഇത് 25 വെച്ച് 4 തവണ, ഇത് 25 വെച്ച് 3 തവണ ആണോ? ഈ 4ഉം ഈ 80ഉം വെട്ടിക്കളയാം. 20 × 3 മുകളിൽ 60 വരും, താഴെ 100 വരും ആണോ? ഇനി 100നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം. 40 കുറവ്. ആൻസർ 40% ഡിസ്കൗണ്ടിന് തുല്യമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 20% 15% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 80/100 അല്ലേ? 15% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 85/100, ശരിയല്ലേ? ഇതിന് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് കാണണം ആണോ? യെസ്. 100 വെട്ടിക്കളയാതെ ഇട്ടു, ബാക്കിയെല്ലാം വെട്ടിക്കളയാം. 100ഉം 80ഉം 20 വെച്ച് വെട്ടാം, 4 തവണ 5 തവണ, ശരിയാണോ? ഇനി നമുക്ക് ഈ 4ഉം 5ഉം 85ഉം വെട്ടാം. 17 × 4 വരും, ശരിയല്ലേ? 17 × 4 അതായത് 68 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും ആണോ? ഈ ഡിഫറൻസ് ആണ് ഉത്തരവായിട്ട് വരുന്നത്. നമുക്കറിയാം ഈ ഡിഫറൻസ് 32 ആണ്. 32% ഡിസ്കൗണ്ട് കിട്ടും അല്ലേ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ 20% 15% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32% ആണ്. സംഗതി ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? ഇല്ല. ഇനി മക്കളെ ഇതുപോലെ 3 ഡിസ്കൗണ്ടുകളുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എക്സാമിന്. നോക്ക്, 15%, 20%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. എത്രയൊക്കെയാ? 15%. അടുത്തതോ 20%. അടുത്തതോ 25%.
അല്ലേ? ഈ 3 ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ഈ 3 ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. 15%, 20%, 25% ഡിസ്കൗണ്ടുകൾക്ക് തുല്യമായ ഒറ്റ ഡിസ്കൗണ്ട്. ഇങ്ങനെ 3 വന്നാൽ മെത്തേഡ് 1 കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റും. മെത്തേഡ് 3 എന്തായാലും പറ്റില്ല. കാരണം അവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 എന്നല്ലേ പഠിച്ചു. എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സും വൈ ഇസഡും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വലിയൊരു ഇക്വേഷൻ ഉണ്ട് 3 വരുന്ന കേസിൽ. അത് പഠിച്ചു വെക്കുന്നത് നമുക്ക് ലാഭമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് സെക്കൻഡ് മെത്തേഡ് മാത്രമേ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. നോക്ക്, ആദ്യം 15% ഡിസ്കൗണ്ട്. അപ്പോൾ 85/100 എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ? അടുത്ത് 20% ഡിസ്കൗണ്ട്. അപ്പോൾ 80/100 എന്ന് എഴുതി. ഓക്കെ അല്ലേ? 80/100. അടുത്തത് 25% ഡിസ്കൗണ്ട്. അപ്പോൾ 75/100 എന്ന് എഴുതി. ക്ലിയർ ആണോ? 15% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 85/100, 20% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 80/100, 25% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 75/100. ഇനി ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഓക്കെ, നമുക്ക് 80ഉം 100ഉം 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 4 തവണ, ഇത് 5 തവണ. 75ഉം 100ഉം 25 വെച്ച് വെട്ടിക്കളയാം. ഇത് 3 തവണ, ഇത് 4 തവണ. ആണോ? ഈ 4ഉം ഈ 4ഉം വെട്ടിപ്പോയി. ഈ 5ഉം 85ഉം വെട്ടിക്കളഞ്ഞു. 17. 17 × 3 ആൻസർ 51 വരും. 17 × 3 51/100. നമ്മൾ വെട്ടിക്കളയാത്ത 100. ആണോ? 100നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം. 49 കുറവ്. നമ്മുടെ ആൻസർ 49% എന്ന് കിട്ടും. 49%. അപ്പോൾ ഇതുപോലെ 3 വരും കേട്ടോ. 3 വന്നാൽ ചെയ്യുന്ന രീതി ക്ലിയർ ആണല്ലോ. അപ്പം 41%, 49% ഡിസ്കൗണ്ടിന് തുല്യമാണ്. നിങ്ങൾ ചാടിക്കയറി ഈ 51 ഉത്തരവായിട്ട് എഴുതി വെക്കരുത് കേട്ടോ. 51/100 വരുമ്പോൾ ഓപ്ഷൻ 51 കാണും മിക്കവാറും. അപ്പോൾ നിങ്ങൾ ചാടിക്കയറി 51 എഴുതരുത്. 51/100 എന്ന് പറയുമ്പോൾ 100നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അത് ഉത്തരം. 100നേക്കാൾ 49 കുറവാണ് മുകളിൽ, അതുകൊണ്ട് 49% ഉത്തരം. ചെയ്തത് പക്കയാണോ മക്കളെ? അപ്പോൾ ഇതുപോലെ 3 ഉള്ളതും നമ്മുടെ എക്സാമുകൾക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ പഠിച്ചോണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരാൾ ഒരു വസ്തുവിന് തുടർച്ചയായ 2 ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നു. ഓക്കെ, ആദ്യം എത്രയാ? 40% ഡിസ്കൗണ്ട്. ഓക്കെ, പിന്നെ എത്രയാ? 10% ഡിസ്കൗണ്ട്. അങ്ങനെയെങ്കിൽ 108 രൂപയ്ക്ക് വിറ്റ വസ്തുവിൻ്റെ വിപണി വില എത്ര? സെല്ലിംഗ് പ്രൈസ് ആണ് 108. 108 രൂപയ്ക്ക് അത് വിറ്റ് കളഞ്ഞു. ആണോ? 108 രൂപയ്ക്ക് അത് വിറ്റു. ആദ്യം 40ഉം പിന്നെ 10ഉം കൊടുത്തിട്ട് 108 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, വിപണി വില, മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം. 108 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് 108. ഓക്കെ, അപ്പം 2 ഡിസ്കൗണ്ട് കൊടുത്തു എന്നറിയാം. എത്രയാ? ആദ്യം ഒരു 40% ഡിസ്കൗണ്ടും പിന്നെ ഒരു 10% ഡിസ്കൗണ്ടും. ഓക്കെ, അങ്ങനെ അയാൾ അത് 108 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു എന്നാണ് ചോദ്യം. നമുക്കിത് പല രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോൾ ചെയ്ത രീതിക്ക് തന്നെ ചെയ്യാം. ആദ്യം 40%വും പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ആകെ എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും എന്ന് കണ്ടുപിടിക്കാം. ആദ്യം 40% ഡിസ്കൗണ്ട് കൊടുത്താൽ 60/100 വരും. ശരിയല്ലേ? പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 90/100 വരും. ആണോ? ഇനി ഒരു 100 വെട്ടിക്കളയരുത്, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞ് ചെറുതാക്കണം. ഇതും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. ആണോ? 9×6 54. 9×6 54/100 എന്ന് കിട്ടും. ശരിയല്ലേ? 100നേക്കാൾ എത്ര കുറവാണോ മുകളിൽ അതാണ് ഉത്തരം. 100നേക്കാൾ എത്ര കുറവാണ് മക്കളെ? 46. ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 46% ഡിസ്കൗണ്ട് കിട്ടും. ആദ്യം ഒരു 40ഉം അല്ലേ, പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് തന്നാൽ ആകെ 46% ഡിസ്കൗണ്ട് ആകും. ക്ലിയർ ആണോ? ആ, ഓക്കെ. അപ്പം 46% ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് 108 രൂപയ്ക്ക് വിറ്റത്. അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 54% എന്ന് പറയുന്നതാണ് 108 രൂപ. മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നറിയാൻ 100% എത്രയാണെന്ന് നോക്കണം. കണ്ടോ? ഇത് നമുക്കറിയാം ഇരട്ടിയല്ലേ മക്കളെ? ഇൻറ്റു 2 അല്ലേ? 54 × 2 അല്ലേ 108. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 എടുത്താൽ പോരെ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും മതി. ആൻസർ നമുക്ക് കിട്ടുന്നത് 200 രൂപ എന്നാണ്.
ആൻസർ നമുക്ക് കിട്ടുന്നത് 200 രൂപ ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതാണ് ഒരു മെത്തേഡ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ച് കേട്ടു. ആദ്യം ഒരാൾ 40%, കച്ചവടക്കാരന് ആദ്യം 40% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ 2 ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് ഇയാൾ ഇത് 108 രൂപയ്ക്ക് വിറ്റു. എങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, എഴുതി വെച്ച വില എത്രയായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്തത് 40% ഡിസ്കൗണ്ട് കൊടുത്താൽ, പിന്നെ ഈ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ആകെ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആയി എന്ന് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ മുമ്പേ പഠിച്ച രീതി 40% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 60/100, 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 90/100 വെട്ടിക്കളഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം 40 പിന്നെ 10 കൊടുത്താൽ ആകെ 46% ഡിസ്കൗണ്ട് ആകും. അപ്പം 46% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വിലയാണ് 108 ആണോ? അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 54% ആകുന്നുള്ളൂ 108 രൂപയ്ക്ക് വിൽക്കുമ്പോൾ. അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 54% 108. ക്ലിയർ ആണോ? മാർക്കറ്റ് പ്രൈസ് കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. 54%. മാർക്കറ്റ് പ്രൈസിൻ്റെ 54% 108 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയാം. 100% എത്രയാണെന്ന് നോക്കണം. സാധാരണ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ 54ൻ്റെ ഇരട്ടിയല്ല 108. അപ്പം 100ൻ്റെ ഇരട്ടി എടുത്താൽ മതി, ആൻസർ 200 എന്ന് കിട്ടും. ഇത് ഒരു മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് ചെയ്യാനാണെങ്കിൽ ഈ മെത്തേഡ് അതിന് ചേരുന്നത്. ഇനി അതല്ലാതെ വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതി ചെയ്യാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ശ്രദ്ധിച്ചു മക്കളെ. മാർക്കറ്റ് പ്രൈസ് അല്ലേ, മാർക്കറ്റ് പ്രൈസിന് 40% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 60% ഡിസ്കൗണ്ട് കഴിയുമ്പം, ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വില. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 40% കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 60% വില എത്തി ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ അതിൽ നിന്ന് 10% കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 90% വിലയിലേക്ക് എത്തി അടുത്ത ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും. ശരിയാണോ? ഓക്കെ, അപ്പോൾ അത് 108 രൂപയായിട്ട് മാറി. കണ്ടോ? ഇങ്ങനെ എഴുതി ചെയ്യാവേ. ഒന്നുകൂടെ ഞാൻ പറയാം. മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 40% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം മാർക്കറ്റ് പ്രൈസിൻ്റെ 60%, മാർക്കറ്റ് പ്രൈസിൻ്റെ 60% എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വില. ഇനി വീണ്ടും അതിൽ നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ആ വിലയുടെ 90% രണ്ടാമത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വില. അതാണ് 108. ഇത് സോൾവ് ചെയ്തെടുത്താൽ മാർക്കറ്റ് പ്രൈസ് കിട്ടും. യെസ്, ഇത് സോൾവ് ചെയ്യാനാണെങ്കിൽ മക്കളെ നമുക്കിവിടെ ആദ്യം ആ 0 തന്നെ എല്ലാം കളയാം അല്ലേ. ഈ 0 കളഞ്ഞു, ഈ 0 കളഞ്ഞു ആണോ. ബാക്കി മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 9/54/100 ഉണ്ട് ഈക്വൽ ടു 108 എന്ന് വന്നു. ശരിയല്ലേ? ഈ 54 108 നേരെ നേരെ കിടക്കുന്നതാണ്, വെട്ടിക്കളയാം 2 തവണ. ഈ താഴെ കിടക്കുന്ന 100 അങ്ങോട്ട് പോകുമ്പോൾ മുകളിലേക്കാകും. അപ്പം മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു 100 × 2 200 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് പല റേഞ്ചിലുള്ള കുട്ടികളുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം മെത്തേഡുകൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഒരു മെത്തേഡ് പഠിച്ചാൽ മതി, നിങ്ങളുടെ റേഞ്ച് അനുസരിച്ച് പഠിക്കുക കേട്ടോ മക്കളെ. എല്ലാ തരത്തിലുള്ള കുട്ടികളും ക്ലാസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കണക്കിന് പരമാവധി മെത്തേഡുകൾ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ഒരു മെത്തേഡ് മതിയെങ്കിൽ നിങ്ങളത് പഠിച്ചാൽ മതി. രണ്ടാമത്തെ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ സാരമൊന്നുമില്ല കേട്ടോ. ഒരു മെത്തേഡ് പഠിച്ചു വെക്കാം നന്നായിട്ട്. ഫസ്റ്റ് പറയുന്ന മെത്തേഡ് പഠിക്കുക കേട്ടോ. കൂടുതൽ മെത്തേഡുകൾ പറയുന്നത് അതിൻ്റെ എല്ലാ വഴിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം, അതിൻ്റെ എല്ലാ ടെക്നിക്കുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ അത്രയും ദഹിച്ചെന്നൊന്നും വരത്തില്ല, തുടക്കക്കാർക്ക്. കുറച്ചായി കഴിയുമ്പോൾ റെഡിയാകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഞാൻ ചെയ്തത് സെക്കൻഡ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 40% ഡിസ്കൗണ്ട് കൊടുത്താൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 60% ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വില. അതിൽ നിന്ന് വീണ്ടും 10% ഡിസ്കൗണ്ട് കൊടുത്താൽ ആ വിലയുടെ 90% രണ്ടാമത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ വില. ആ വിലയാണ് 108. ഇത് സോൾവ് ചെയ്ത് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിച്ചു. അങ്ങനെയൊക്കെ ഈ കണക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആവുന്നുണ്ട്. നമുക്ക് ഈ ടൈപ്പ് അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വൃത്തിയായിട്ട് നോട്ട് എഴുതണം. നോട്ടാണ് രാജാവ് കേട്ടോ. ഓക്കെ, വൃത്തിയായിട്ട് നോട്ട് എഴുതി വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ, കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. 2 മെത്തേഡ് പറഞ്ഞാൽ അത് എഴുതണം. പറഞ്ഞ മനസ്സിലായ മക്കളെ? മടി വന്നാൽ ഓർക്കുക, എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരേ ഒരു നോട്ടാണിത്. ഇത് ഒരിക്കലും മാറ്റണ്ട, എന്നും എടുത്ത് പ്രയോഗിക്കാം. കേൾക്കുന്നുണ്ടോ? മാക്സിമം കണ്ടൻറ്റ് തരുന്നുണ്ട്, നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആകും. അപ്പോൾ വൃത്തിയായിട്ട് എഴുതി വെക്കുക, വൃത്തിയായിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക, വീണ്ടും റിവിഷൻ ചെയ്യുക.
കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് റിവിഷന് പോയാൽ നമുക്ക് ടോപ്പിക്ക് തീരാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചെങ്കിലും ഇപ്പം ഞാൻ ഈ ടോപ്പിക്ക് വേഗം തീർക്കാമെന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ പരമാവധി കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുവാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി. പഠിപ്പിച്ച് തീർത്തിട്ട് പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്ത് പൊക്കോണം. പഠിച്ച് തീർത്ത ചാപ്റ്ററിൽ നിന്ന് മാർക്ക് പോകരുത്. ആ വാശി വേണം. ഒരു ചാപ്റ്റർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തീർന്നതിൽ നിന്ന് മാർക്ക് പോകരുത്. റിവിഷൻ വീണ്ടും ചെയ്തോളാം. കേൾക്കുന്നുണ്ടോ? വായിച്ച് റിവിഷൻ ചെയ്താൽ മതി. എഴുതി ചെയ്യണം എന്നില്ല. ചോദ്യം വായിക്കുക, റിവിഷൻ ചെയ്യുക. ചോദ്യം വായിച്ച് റിവിഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റാ.